Good morning, dear students. Our third chapter completed, and today we are going to start our fourth chapter, that is periodic table. We know that there are different elements are seen in the universe. Elements combines together and forms compound. In the universe, the elements that are in nature or natural and artificial elements. Natural and artificial elements are present in the universe. Here, periodic table means it is the arrangement. These natural and artificial elements are arranged in an order. This is called periodic table. Or it is a comprehensive tool. Periodic table is a comprehensive tool for the classification of element. This is called periodic table. അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻസിനെ ഡിഫറെൻ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ആ ഒരു ടേബിളിനെയാണ് എന്ത് പറയുന്നത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻ്റ് എലമെൻറ്റ്സ് യൂണിവേഴ്സിൽ ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഉണ്ട്. ദ എലമെൻറ്റ്സ് ആർ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ്. അപ്പോൾ ഈ എലമെൻറ്റ്സിനൊക്കെ നമ്മളിപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ ആദ്യം ആ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു മോഡൽ ആവുന്നതിൻ്റെ മുമ്പ് ഒരുപാട് സയൻറ്റിസ്റ്റ് ദേ ആർ അറേഞ്ച്ഡ് ദ എലമെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്. ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റ്സ് ആർ അറേഞ്ച്ഡ് ദീസ് എലമെൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് മെത്തേഡ്. ഓരോ സയൻറ്റിസ്റ്റുകൾ അവരുടേതായ ഓരോ മെത്തേഡിൽ എന്ത് ചെയ്തു, എലമെൻറ്റ്സിനെയൊക്കെ അറേഞ്ച് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഫോമിൽ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ആ ഒരു പീരിയോഡിക് ടേബിളിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഓരോ സയൻറ്റിസ്റ്റിൻ്റെ വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റ് ദാറ്റ് ഈസ് ഇൻ ടു ദ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ ഹിയർ ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഈസ് ഇറ്റ് വാസ് ലാവോസിയർ who first made an attempt to classify the elements. Underline this word. It was Lavoisier who first made an attempt to classify this element. അപ്പോൾ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആരായിരുന്നു? ലാവോസിയർ ആയിരുന്നു. ഹിയർ ലാവോസിയർ ക്ലാസിഫൈഡ് ദി നോൺ ഡേർട്ടി എലമെൻറ്റ്സ് ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും ആദ്യം നമ്മൾ ഇപ്പോൾ ഏകദേശം 119 എലമെൻറ്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾഡൻ ഡേയ്സിലൊന്നും അത്രയും എലമെൻറ്റ്സിനെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അന്ന് ആകെ ഉണ്ടായിരുന്ന എത്രയാ? 30 എലമെൻറ്റ്സ്. These 30 elements classified into metals and non-metals by Anthony Lavoisier. അപ്പോൾ ലാവോസിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് എലമെൻറ്റ്സിനെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ള മെത്തേഡിൽ അറേഞ്ച് ചെയ്ത്. എക്സാമിന് ചോദിക്കും സയൻറ്റിസ്റ്റിൻ്റെ നെയിമും അവരുടെ ക്ലാസിഫിക്കേഷൻ്റെ മെത്തേഡ്. അപ്പോൾ ലാവോസിയർ ക്ലാസിഫൈഡ് ദ എലമെൻറ്റ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അണ്ടർലൈൻ ചെയ്യട്ടോ ലാസ്റ്റ് പേജിൽ, പേജ് നമ്പർ 63 ലാസ്റ്റ് ലൈനും പിന്നെ നോൺ മെറ്റൽസ്. വാട്ട് ഈസ് ലാവോസിയർ വാസ് നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ ദ മെറ്റലോയിഡ്. അപ്പോൾ അന്നുണ്ടായിരുന്ന എലമെൻറ്റ്സിനെ മെറ്റൽസ് നോൺ മെറ്റൽസ് എന്നുള്ള ആ ഒരു മെത്തേഡിൽ അറേഞ്ച് ചെയ്ത ലാവോസിയർ ആണ്. ബട്ട് ദ ഡ്രോബാക്ക് ഈസ് ഹി വാസ് നോട്ട് ഏബിൾ ടു ക്ലാസിഫൈ ദ മെറ്റലോയിഡ്. മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാലും അറിയാം. ദെൻ മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ ദ സബ്സ്റ്റാൻസസ് ദാറ്റ് ഷോസ് ദ ക്യാരക്ടർ ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിൻ്റെ ക്യാരക്ടറും നോൺ മെറ്റൽസിൻ്റെ ക്യാരക്ടറും കാണിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? മെറ്റലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാവോസിയറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്തായിരുന്നു? ഹി നോട്ട് ഏബിൾ ടു ക്ലാസിഫൈഡ് മെറ്റലോയിഡ്. മെറ്റലോയിഡിനെ ക്ലാസിഫൈ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? ലാവോസിയർക്ക് കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലാവോസിയർ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആഫ്റ്റർ ലാവോസിയർ ഇറ്റ് വാസ് ഡോബറൈനർ. നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ഈസ് ഡോബറൈനർ. ദെൻ who gave notable contribution in the classification of elements. അപ്പോൾ ഡോബറൈനർ അണ്ടർലൈൻ ചെയ്യൂ. Then he formed small groups of 3 elements showing similar properties. These groups were called triads. അപ്പോൾ ഡൊബ്രൈനറുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? ട്രയാഡ്സ് മെത്തേഡിൽ ക്ലാസിഫൈ ചെയ്തത് ഡൊബറൈനർ ആയിരുന്നു. ട്രയാഡ്സ് മീൻസ് the 3 elements are classified, 3 elements are arranged into a group. Here
The peculiarity of these elements means in the triads the atomic mass of the second element ഉണ്ടോ. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇതിനൊരു ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തു. അതേപോലെ അടുത്ത 3 എലമെൻസിന് ഒരു ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തു. നെക്സ്റ്റ് 3 എലമെൻസിന് ഒരു ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അറ്റോമിക് മാസ് ഓഫ് ദി സെക്കൻഡ് എലമെൻറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്. നോക്കി നോക്കൂ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 7 ആണ്. 7 പ്ലസ് തേർഡ് എലമെൻറ്റ് 32 ആണ്, 39. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഹിന്ദുത്വവും അതിൻ്റെ രണ്ടിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ ആഡ് ചെയ്തു. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 39 പ്ലസ് 7 പറയുമ്പോൾ എത്ര വരും? 46 വരും. 46/2 ദാറ്റ് ഈസ് 23. Means the average of the atomic mass of first and third element is equal to the atomic mass of second element. ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും തേർഡ് എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസ് ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് കിട്ടും. അങ്ങനെ അന്നുണ്ടായിരുന്ന എലമെൻസിനെ 3 എലമെൻസിനെ കമ്പൈൻ ചെയ്ത് ഓരോ ഗ്രൂപ്പുകളാക്കി അറേഞ്ച് ചെയ്തു. ആ 3 എലമെൻസിനെ കമ്പൈൻ ചെയ്ത് ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ട്രയാഡ്സ്. അപ്പോൾ ലാവോസിയർ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, ഡൊബറൈനറിൻ്റെ കോൺട്രിബ്യൂഷൻ ട്രയാഡിൻ്റെ പ്രത്യേകത പറയുന്നത് ദ അറ്റോമിക് മാസ് ഓഫ് ദി സെക്കൻഡ് എലമെൻറ്റ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്. ഓക്കെ, ദിസ് ഹെൽപ്ഡ് ഇൻ ഫൈൻഡിങ് ദ റിലേഷൻ ബിറ്റ്വീൻ അറ്റോമിക് മാസ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഇതുവരെ മതി കേട്ടോ, ഇതുവരെ അണ്ടർലൈൻ ചെയ്തോളൂ. ബട്ട് ദ ഡ്രോബാക്സ് ഓഫ് ഡൊബറൈനറിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾ എലമെൻറ്റ്സ് കുഡ് നോട്ട് ബി ക്ലാസിഫൈഡ് ഇൻ ടു ട്രയാഡ്സ് വിച്ച് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷന് എല്ലാ എലമെൻസിനും ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡൊബറൈനർക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് ഈസ് ജോൺ ന്യൂലാൻഡ്സ് is the next scientist who he arranged the non-56 elements in the increasing order of atomic mass. Newlands arranged the 50 അന്നുണ്ടായിരുന്ന 56 എലമെൻസിനെ എന്ത് ചെയ്തു? അറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തു. Then also he found that the properties, the 8 elements is the repetition of the first elements. Means like സ, രി, ഗ, മ, പ, ദ, നി, സ. ഇവിടെ ജോൺ ന്യൂലാൻഡ്സ് പറഞ്ഞത് 56 എലമെൻസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ ഓരോ 8th എലമെൻറ്റും 7 എലമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ 8th എലമെൻറ്റ്, അങ്ങനെ ഓരോ 8ാമത്തെ എലമെൻറ്റ്സ്, ഇപ്പോൾ 1ാമത്തെ 8ാമത്തെ, അതേപോലെ സെക്കൻഡ് എലമെൻറ്റ് 9th എലമെൻറ്റ്, അങ്ങനെ ഓരോ 7 കഴിയുമ്പോൾ 7 എലമെൻറ്റ്സ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ സെയിം ക്യാരക്ടറാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് വരണേ എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ജോൺ ന്യൂലാൻഡ്സ് പറഞ്ഞത്. ഇതാണ് ജോൺ ന്യൂലാൻഡ്സിൻ്റെ ദിസ് ലോ ഈസ് കാൾഡ് ലോ ഓഫ് ഒക്ടേവ്സ്. അപ്പോൾ ലോ ഓഫ് ഒക്ടേവ്സ് ആരുടെയാണ്? ജോൺ ന്യൂലാൻഡ്സ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ ലോ ഓഫ് ഒക്ടേവ്സ്? ഹിയർ 56 elements in the increasing order of atomic mass. Then also he found that properties of 8 elements is the repetition of those of the first element. അപ്പോൾ അതിൽ ഓരോ 7 എലമെൻറ്റ്സ് കഴിഞ്ഞാൽ അതിന് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ 7 എലമെൻറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇപ്പോൾ ഈ ഒരു 7 എലമെൻറ്റ്സ് കഴിഞ്ഞു, ദെൻ അടുത്ത എലമെൻറ്റ് ഇതിൻ്റെ അതേ സെയിം ക്യാരക്ടറിനെ കാണിക്കും. അടുത്ത 8th എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ക്യാരക്ടർ, 9th എലമെൻറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എലമെൻറ്റിൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഓരോ അവർ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ 7 എലമെൻറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 7 എലമെൻറ്റ്സ് അതിൻ്റെ തന്നെ തൊട്ട് മുമ്പുള്ളതിൻ്റെ തന്നെ സെയിം ക്യാരക്ടർ കാണിക്കും. ദിസ് ഈസ് കാൾഡ് ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ജോൺ ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ യൂസിങ് ടേബിൾ. Then next, the elements are classified using table by Dmitry Ivanovich Mendeleev. Dmitry Ivanovich Mendeleev is the scientist who classified the 63 elements as a table in the increasing order of the atomic mass. ഈ എലമെൻസിന് അന്നുണ്ടായിരുന്ന എത്രയും എലമെൻസിനെ ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്തത് ആരായിരുന്നു? അത് മെൻഡലിയൂസ് ആയിരുന്നു. So Mendeleev called father of periodic table.
അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ ആയിട്ട് കണക്കാക്കുന്നത് ആരാണ്? മെൻഡലീവ്സ് ആണ്. ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് ഹു ക്രിയേറ്റഡ് എ ടേബിൾ ഫോർ ഫസ്റ്റ് ടൈം ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ മറ്റ് സയൻറ്റിസ്റ്റുകളൊക്കെ ഓരോ മെത്തേഡ് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്തത് മെൻഡലീവ്സ് ആയിരുന്നു. ഹിയർ മെൻഡലീവ് കെയിം ടു നോൺ ആസ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. അണ്ടർലൈൻ ചെയ്യൂട്ടോ. Then he classified 63 elements. Mendeleev arranged these elements in the table in the increasing order of their atomic mass. Atomic massൻ്റെ increasing orderലാണ് എന്ത് ചെയ്ത് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. When arranged so, he found that the chemical and physical properties of elements repeat at regular intervals. അവിടെ പറയുന്നത് എന്താണ്? എലമെൻസിനെ നമ്മളിങ്ങനെ ഒരു ടേബിളായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ റെഗുലർ ഇൻ്റർവെല്ലിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് മെൻഡലീവ്സ് കണ്ടെത്തിയത്. സോ മെൻഡലീവ് ഈസ് കാൾഡ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ.